അപ്പൊ ലിമോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഞങ്ങള് വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിക്കാൻ പോവാണ്. ചെറിയ കേക്കാണ് അല്ലേ? ഓക്കെ, കാമോൺ. വട, ഇഡ്ലി, സാമ്പാർ, അപ്പം, പിന്നെ ഇതാ കറി ഉണ്ട്. നീണ്ടാനൊക്കെ അറിയോ? സൂപ്പർ സൂപ്പർ. എന്റെ വീടിന്റെ അടുത്ത് പണ്ട് കുളമുണ്ട്. പണ്ടല്ല, എന്റെ വീടിനോട് ചേർന്നൊരു കുളമുണ്ട്. അപ്പൊ എനിക്ക് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് സാജ് എർത്ത് റിസോർട്ടിലേക്കാണ്. നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്തായിട്ടാണ് ഇത്. അപ്പൊ ഇവിടെ കുറച്ച് സമയം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞങ്ങളുടെ ഇന്ന് ഒരു വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്, 8th വെഡിങ് ആനിവേഴ്സറി. അതിന്റെയും ഒരു ചെറിയൊരു സെലിബ്രേഷൻ ആണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. അപ്പൊ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും റിസോർട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പങ്കുവെക്കുന്നത് അല്ലേ? റിസോർട്ട് അടിപൊളിയാണ്. ഞങ്ങൾ ഇവിടെ ഉച്ചയ്ക്ക് വന്ന് ചെക്ക് ഇൻ ചെയ്തു അല്ലേ? ഉച്ചയ്ക്ക് വന്ന് ചെക്ക് ഇൻ ചെയ്തു. റിസോർട്ട് റൂമൊക്കെ അടിപൊളിയാണ്. റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. സൂപ്പർ റൂമാണ്, അടിപൊളി റൂമാണ്. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, വലിയ സ്വിമ്മിംഗ് പൂളാണ്. കാണിച്ചു തരാം അല്ലേ? ഞങ്ങൾ ആദ്യം ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം. ആദ്യം നമുക്ക് റൂം ഒന്ന് കാണാം. അതിന് മുമ്പ് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്വിമ്മിംഗ് പൂൾ ഒന്ന് കാണിച്ചു തരാം. വലിയ സ്വിമ്മിംഗ് പൂളാണ്. റൂമിനോട് ചേർന്നിട്ടാണ് സ്വിമ്മിംഗ് പൂൾ ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ കയറും ഇറങ്ങുകയൊക്കെ ചെയ്യാം. ഞങ്ങളുടെ റൂമിന്റെ ബാക്ക് സൈഡിലാണ് സ്വിമ്മിംഗ് പൂള്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂൾ കേട്ടോ, റൂമിന്റെ അടുത്തായിട്ടാണ്. പക്ഷെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി ഇരിക്കാം. വലിയ സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ എല്ലാം റൂംസ് ആണ്. വെള്ളം നോക്കി, വെള്ളം അടിപൊളിയാ. അതുവരെ ഉണ്ട് സ്വിമ്മിംഗ് പൂള്. ഡെക്കറേഷൻ ഒക്കെ കാണുമ്പോഴേ ഇതൊക്കെ നമ്മളെ ഒരു നാടൻ ഫീല് തോന്നിക്കും അല്ലേ ലിമോ? ഇഷ്ടിക ഇതൊക്കെ ഒരു നാടൻ ഫീല് തോന്നിക്കും നമുക്ക്. പക്ഷെ ശരിക്കും നമ്മള് റിസോർട്ടിൽ വരികയെന്ന് പറയുന്നത് ശരിക്കും ഒരു എൻജോയബിൾ. അതെ, ശരിക്കും ഇപ്പൊ ഒരു ചില റിസോർട്ടിൽ പോയി നോക്കിയാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേപോലെ തന്നെയാണ്. നമ്മൾ അങ്ങനെ കുറച്ച് 2-3 റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഏറ്റവും ടോപ്പിൽ തോന്നുന്ന മാതിരി അല്ലേ റിസോർട്ടില്ലേ? നോക്കി, അത്യാവശ്യം നല്ല റിസോർട്ടാണ്. എല്ലാം ഫെസിലിറ്റീസും ഉണ്ട്. സ്വിമ്മിംഗ് പൂളൊക്കെ അടിപൊളിയാണ്. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ, എസ്പെഷ്യലി കപ്പിൾസിനായിട്ട് വരുമ്പം നല്ല ഇതാണ് തോന്നുന്നത്. നല്ല സ്വിമ്മിംഗ് പൂളാണ്. നല്ല സ്വിമ്മിംഗ് പൂളാണോ? അത് നല്ല റിസോർട്ടാണ്. സോറി, സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് തന്നെ ആയിട്ടേ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ടയേർഡായി സ്വിമ്മിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നമുക്ക് ഇരിക്കാം. നല്ല കാറ്റാണ്, നോക്കിയേ അല്ലേ? അടിപൊളി കാറ്റാണ്. കണ്ടോ, ഇവിടെ ബാംബൂസ് ഒക്കെ ഉണ്ട്. ബാംബൂസിന്റെ അതും കാര്യങ്ങളൊക്കെ ആവുമ്പോഴേ അല്ലേ നല്ല അടിപൊളി കാറ്റുണ്ട്. നല്ല കാറ്റാണ് അല്ലേ? ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ സമയം 5 മണി ആയിട്ടുള്ളൂ. നല്ല അടിപൊളി കാറ്റാണ്. നമുക്ക് റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വായോ, ഞങ്ങളുടെ റൂം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞങ്ങളുടെ റൂം വരുന്നത് ഈ കണ്ട ഈ ബാംബു ഇല്ലേ, ഈ ബാംബുവിന്റെ ഒക്കെ നടുവിലായിട്ടാണ് ഞങ്ങളുടെ റൂം. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. 110 കണ്ടോ. ഇവിടെ വരുമ്പോ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. ഇവിടെ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫാൻ ഉണ്ട്. നമുക്കിവിടെ വേണച്ചാൽ 2 ചെയറൊക്കെ ഇട്ടിട്ട് 2 കാപ്പിയൊക്കെ കുടിച്ച് നല്ല വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം അല്ലേ? കുടുംബകാര്യം പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഇതൊരു കാർഡാണ് കേട്ടോ. ഈ കാർഡ് വെച്ചിട്ട് വേണം നമുക്ക് ഇവിടെ തുറക്കാൻ. കണ്ടോ, തുറന്നു. ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് വൈബാണ് അല്ലേ? AC ഒക്കെ ഫുള്ളാണ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ കാണാൻ പറ്റും. 2 ഗ്ലാസ് ഉണ്ട്. പിന്നെ ഇവിടെ ചായപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. ചായപ്പൊടി ഇതാ, ചായപ്പൊടി ഉണ്ട്. ടെറ്റ്ലി ഗ്രീൻ ടീ, പിന്നെ എന്താ നെസ്കഫെ ഉണ്ട്. ഷുഗർ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കെറ്റിലുണ്ട്. പിന്നെ നമുക്ക് കോഫി ചായ സ്റ്റിർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട്. പിന്നെ വെള്ളത്തിന്റെ ബോട്ടിൽ 2 നല്ല ഗ്ലാസ്. ഈ ഗ്ലാസ് എന്തിനാണെന്ന് മനസ്സിലായോ? വാട്ടീസ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ആണ്. അതുണ്ട്, വാട്ടീസും ഉണ്ട്. കാണിച്ചു തരാം. വാട്ടീസ് കേട്ടിട്ടില്ലേ? കാണിച്ചു തരാം. ഇതൊക്കെ തന്നെ വാട്ടീസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ആണത്, സെപ്പറേറ്റ് ഗ്ലാസ്. പിന്നെ ഇവിടെ ഇതുണ്ട് കേട്ടോ, സോൾട്ടഡ് പീനട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു TV ഉണ്ട്.
അല്ലേ? ആ ടേബിളിന്റെ താഴെ നമുക്ക് എന്തെങ്കിലും ഇരുന്നിട്ട് എഴുതാണ്ടെങ്കിൽ ചെയർ ഉണ്ട് ഇവിടെ. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ ചുവട്ടില് ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഇവിടെ നോക്കിയേ, ഫ്രിഡ്ജിൽ നമുക്ക് വെള്ളം ഉണ്ട്, സോഡ ഉണ്ട്, ജ്യൂസ് ഉണ്ട്. ഒരു വണ്ടി യൂസിന് വേണ്ടിയിട്ടുള്ള എല്ലാ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. എല്ലാ അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ട്. ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയല്ലേ? അതെ, ഇനി എന്ത് വേണം? പിന്നെ ബെഡിന്റെ സെറ്റിംഗ് അടിപൊളിയാണേ. നോക്കിയേ അല്ലേ? നല്ല കളറും കാര്യങ്ങളൊക്കെ തന്നാണ്. 2 ഫോട്ടോസ് തന്നിട്ടുണ്ട്. പിന്നെ AC ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാം. ഇപ്പൊ നമുക്ക് വല്ല ഭക്ഷണം എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ ഇവിടെ വന്ന് നമുക്ക് ഇങ്ങനെ ഇരിക്കാം, ഭക്ഷണം കഴിക്കാം, നമുക്ക് നല്ല വർത്താനൊക്കെ പറഞ്ഞിരിക്കാം, കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. പിന്നെ ഇവിടെ സ്വിച്ച് ഇല്ല കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ സിസ്റ്റമാണ് ഇവിടെ. കണ്ട, ഇവിടെ ഫാൻ ഓണാക്കാനും ഓഫാക്കാനും ടെമ്പറേച്ചർ കുറയ്ക്കാനും കൂട്ടാനും അങ്ങനത്തെയൊക്കെ കൂളിംഗ് കുറയ്ക്കാൻ കൂട്ടുക. ഇത് പ്രൈവസി ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാ AC റിമോട്ട്. അപ്പൊ ഒരു വെറൈറ്റി സ്വിച്ച് ആണ് കേട്ടോ അത്. പിന്നെ ഇവിടുത്തെ സർപ്രൈസിങ് എന്താണ് കാര്യം, നിങ്ങളെ ബാക്കിലുള്ള പിന്നെ നോക്കൂ, ഇവിടെ വന്നാൽ ഇത് തുറന്നു കഴിഞ്ഞാലേ ഡയറക്റ്റ് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. തുറന്ന് ഡയറക്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സ്വിമ്മിംഗ് പൂളാ. കണ്ട, ഇനി ബാത്റൂമിലേക്ക് കിടക്കട്ടെ. ബാത്റൂം അടിപൊളി സെറ്റപ്പാണ്, ചില്ലിട്ട ബാത്റൂമാണ്. അതാ തുറന്ന് ഞാനും ലിമോവും കുഞ്ഞൊക്കെ 1-2 റിസോർട്ടിലൊക്കെ താമസിച്ചിട്ടുണ്ട്. പക്ഷെ ഈ റിസോർട്ട് പറഞ്ഞാൽ കുറച്ചുകൂടി എനിക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി അല്ലേ? ഇതാ ഇവിടെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ട് ഇല്ലേ? ഇതൊക്കെ ഞങ്ങൾ ടിവിയില് മറ്റേ ദിലീപിന്റെ സിനിമയിലെ കുബേരൻ, അതില് കണ്ടത്. ദിലീപ് ഇട്ട് വരുന്നത്. അതിന്റെ അടിയില് ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ചെരുപ്പുണ്ട് കേട്ടോ. ഇത് ബാത്റൂമിൽ യൂസ് ചെയ്യണ ചെരുപ്പൊക്കെ അടിപൊളി ഫുൾ സെറ്റപ്പാണ്. ഇപ്പൊ നമ്മുടെ മോളുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് നടന്നേനെ അല്ലേ? ഇട്ടു ഓൾറെഡി. കണ്ട ചെരുപ്പ് അല്ലേ? അടിപൊളി ചെരുപ്പ്. വൺ ടൈം യൂസേ ഉള്ളൂ. നമ്മൾ 1 ടൈം ബോട്ടിൽ മിനറൽ വാട്ടർ മേടിക്കുന്ന പോലെ 1 ടൈം യൂസ് ആയുള്ളൂ. ഇത് കാലില് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നമുക്ക് ഇപ്പൊ ഇതിന് ആവശ്യമില്ലല്ലോ. ഒരു 1-2 ദിവസത്തിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. നല്ലൊരു പിന്നെ ഇവിടെ ഒരു ഡ്രയർ ഉണ്ട് കേട്ടോ, നമ്മുടെ മുടിയൊക്കെ ഉണക്കാൻ പറ്റിയ ഡ്രയർ. പിന്നെ വലിയൊരു കണ്ണാടി ഉണ്ട് അല്ലേ? ഇവിടെ നോക്കി, ഇവിടെ കുറെ ഇവിടെ ഉണ്ട് കണ്ണാടി. സാജ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിന്റെ കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇതെന്തൊക്കെയാണ്? ഓരോരോ ക്രീംസ്, ബോട്ടിക്സ് ക്രീമാണ്. അതൊക്കെ ഷാമ്പൂ കാര്യങ്ങളൊക്കെ, ഷാമ്പൂ കണ്ടീഷണർ. പിന്നെ എല്ലാ ഹോട്ടലിലും ഉണ്ടാവണ ബ്രഷ്, ഇതാണ് ഷാമ്പൂ, ബ്രഷ്, പേസ്റ്റ് ഒക്കെ ഉണ്ട്. ഓരോരോ സാധനങ്ങളാണ് കേട്ടോ. അതിപ്പോ എല്ലാ ഹോട്ടലിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇപ്പോ ഈ റിസോർട്ടേ കുറച്ചൊന്നും ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് കാണിച്ചു തരാണ്. ഷവർ ജെല്ലോ, അതെന്തത്? ഷവർ ക്യാപ്പ്. ഓ, കുളിക്കുമ്പോ തലമുടി നനയാണ്ടിരിക്കാൻ ഷവർ ക്യാപ്പ്. തലമുടി നനയാണ്ടിരിക്കാൻ എന്താ കാണിച്ചു ചുമ്മാ. ഇത് ഷവർ ക്യാപ്പാടി. നമ്മൾ ഹോട്ടലിലൊക്കെ ഇടില്ലേ, ഹോട്ടലിലെ മുടി നമ്മൾ കുളിക്കുമ്പോ നമ്മളുടെ ബോഡി തല നനയാണ്ടിരിക്കാൻ അല്ലേ? തലയിൽ വെള്ളം ആവാണ്ടിരിക്കാൻ. എന്തൊക്കെ സെറ്റപ്പാണല്ലേ? പിന്നെ ഇവിടെ ഇതെന്താണ്? ചകിരി വരെ തന്നിട്ടുണ്ട്. ഇതെന്താണ്? ഓ, ബ്രഷ്. എന്താ ഇത്? നമുക്ക് കൊണ്ടുപോകാൻ വരുന്ന നമ്മള് പല്ല് വെച്ച ബ്രഷ് ഇവിടെ വെക്കുമോ അവര്? അത് കൊണ്ടുപോകാം നമുക്ക്. പിന്നെ കുറെ ഐറ്റം ഉണ്ട്. ഇത് കോമ്പ് എന്ന് പറഞ്ഞാൽ ചീർപ്പ്. ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റും. എന്താ ഷേവ് ചെയ്യാനുള്ള സാധനം, ഷേവിങ് സെറ്റ്. എന്തൊക്കെ ഉണ്ട് ഇവിടെ? ഷേവിങ് സെറ്റ് ഇത് വരുന്നില്ല, ഇവിടെ കിടക്കട്ടെ. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയാം. പിന്നെ നല്ലൊരു വാഷ് ബേസ്. പിന്നെ എന്താ ഇവിടെ ഉണ്ടല്ലോ വാട്ടീസ്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വാട്ടീസ് ഒക്കെ കുടിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ നമുക്ക് ഫോൺ ചെയ്യാം. ഇതൊരു ടോയ്ലറ്റ് ആണ് അല്ലേ? ടോയ്ലറ്റ്. ഇതവിടെ കുളിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മറയൊക്കെ വേണ്ടേ? അപ്പൊ അതിന് വേണ്ട ഒരു മറ. ഇതവിടെ സോപ്പ് ഉണ്ട്, ഷവർ ഉണ്ട്, 2 ടവലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോ ആകെപ്പാട് നോക്കാന്ന് വെച്ചാൽ എല്ലാം അടിപൊളി സെറ്റപ്പാ അല്ലേ? നല്ല നീറ്റാണ് അല്ലേ? നല്ല ടവലൊക്കെ തന്നിട്ടുണ്ട്, അടിപൊളി സെറ്റപ്പ്. പിന്നെ നോക്കിയതാ ഡ്രയർ നോക്കിയേ.
അങ്ങനെ അപ്പോൾ ഞങ്ങളെ ചായയും കോഫിയും കുടിക്കാൻ പോവാണ്. ഇവിടെ കോംപ്ലിമെൻ്ററി ഉണ്ട്. 4 മണി മുതൽ 5 മണി വരെയാണ് കോംപ്ലിമെൻ്ററി. അപ്പോൾ ഏകദേശം 4:30 ആയി. ഞങ്ങളൊന്ന് ഉറങ്ങിപ്പോയി അല്ലേ, ഒന്ന് ഉറങ്ങിപ്പോയി. ഞങ്ങൾ ചായയും കാപ്പിയും ഒന്ന് കുടിക്കാൻ പോവാണ്. അപ്പോൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം അല്ലേ. ലൈവായിട്ട് ഉണ്ടാക്കിയാണല്ലേ. നമുക്ക് കോഫി വേണം, വേണ്ട അത് ചായ? കോഫി 2 കോഫി പറഞ്ഞിട്ടുണ്ട്. നല്ല ചൂട് പഴംപൊരിയാണ്. കമ്മോൺ. അങ്ങനെ നല്ല 2 ചൂട് പഴംപൊരി, 2 കേക്ക് അല്ലേ. കഴിച്ചു നോക്കി, ചൂടുണ്ടോക്കി. ആ എങ്ങനെയുണ്ട് കേക്ക്? കഴിച്ചു നോക്കിയേ. ആ കേക്ക് എൻ്റെ കേക്ക് തന്നെ. ചോക്ലേറ്റ് കേക്കാ തോന്നണോ? തുറന്നേ. പഴംപൊരി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോ ഞങ്ങൾ പോണത് സ്വിമ്മിംഗ് പൂളിലേക്കാണല്ലേ. കുറച്ച് സ്വിമ്മിംഗ് ഒക്കെ ചെയ്ത് വരാം അല്ലേ. ലേറ്റ് ആയി, 7 മണി വരെ ഉള്ളു സ്വിമ്മിംഗ് പൂള്. ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് റൂമില് കോഫിയൊക്കെ കുടിച്ചിരുന്നു അല്ലേ. ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് കുറച്ച് എൻജോയ് ചെയ്യാം അല്ലേ. ആരും ഇല്ലാന്ന് തോന്നുന്നു സ്വിമ്മിംഗ് പൂളിൽ കേട്ടോ. ആരും വന്നിട്ടില്ല. എന്നാലും നമുക്ക് പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാം അല്ലേ ലിമോ. സ്വിമ്മിംഗ് പൂളിൽ ആരും അധികം ഇല്ല, നമ്മൾ തന്നെ ഉള്ളൂ അല്ലേ. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം അല്ലേ. മുങ്ങി പോവരുത്. വെള്ളം നീന്താൻ അറിയാത്തവർക്ക് അത് മതി. ഇതിലേട്ടാ മുങ്ങരുതട്ടാ. അടിപൊളിയാ. അതെവിടുന്നാ വരുന്നേ? സുമി നീന്തടോ. ഇങ്ങോട്ട് നീന്തേ. ബാക്കോട്ട് പറഞ്ഞാൽ വന്ന് നീന്താനാ? ആ ബാക്കോട്ട് നീന്തേ. പോട്ടെ. കമോൺ. അങ്ങനെ തന്നെ. നിനക്ക് നീന്താനൊക്കെ അറിയൂ? സൂപ്പർ. എന്റെ വീടിന്റെ അടുത്ത് പണ്ടല്ല, എന്റെ വീടിനോട് ചേർന്നൊരു കുളമുണ്ട്. അപ്പൊ എനിക്ക് എല്ലാവിധം നീന്തലും അറിയാം. പോട്ടെ നീന്തേ. അണ്ടർ വാട്ടർ സ്വിമ്മിങ് അറിയോ? പിന്നെ അണ്ടർ വാട്ടർ പണം മൊത്തം നനയുന്നു. നോക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ. വെഡിങ് ആനിവേഴ്സറി കേക്ക്, ഒരു ചെറിയ കേക്ക് വാങ്ങിയിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ അത് മുറിച്ചിട്ട് അങ്ങനെ ആഘോഷിക്കുകയാണ് അല്ലേ. 8th വെഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങളുടെ. ചെറിയ കേക്കാണ് വാങ്ങിയത്, വലിയ കേക്കൊന്നും വാങ്ങിയില്ല. ഒരു സ്ലൈസ് അതാണ് വാങ്ങിയത് അല്ലേ. ഇതിന് കവർ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഉണ്ടാവില്ലേ. ഇത് റെഡ് വെൽവെറ്റും ഇത് നട്ടി ബബിൾസും. അപ്പൊ ലിമോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അല്ലേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഞങ്ങള് വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിക്കാൻ പോവാണ്. ചെറിയ കേക്കാണ് അല്ലേ. ഓക്കെ കമോൺ. ഏതോ മുറിക്കുക. ഇത് വെച്ചാൽ മുറിച്ചോ. നീ ഇത് മുറിച്ചോ, ഇത് മുറിക്കാം. ഓക്കെ. കേക്ക് അടിപൊളിയാണ് അല്ലേ. ഇത് നട്ടി ബബിൾസാ. അങ്ങനെ 8 വർഷം അല്ലേ. അതെ 8 വർഷം. 8 വർഷം എത്ര പെട്ടെന്നാ പോയത്. ഞാൻ വിചാരിച്ചൊരു 5-6 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. 2018 മെയ്യിലാണ് കല്യാണം. മെയ് 4. അപ്പോ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി അടിപൊളിയായി. അതെ, കേക്കോട് കൂടി നമുക്ക് അത് അറ്റ് പീക്ക് ലെവലായി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പൊ ഇന്നാണ് ഞങ്ങളുടെ ചെക്കൗട്ട് 11 മണിക്കാണ്. അപ്പൊ അതിന് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, കോംപ്ലിമെന്റ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് അതൊക്കെ ഒന്ന് കഴിക്കാം അല്ലേ. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ടോസ്റ്റ് ഉണ്ട്, ഇതാ ബട്ടർ, ക്രീം, ഹണി, കോൾഡ് മിൽക്ക്, ചട്നി, വട, ഇഡ്ഡലി, സാമ്പാർ, അപ്പം, പിന്നെ ഇതാ കറി ഉണ്ട്,
ഷീര. ഇതൊരു നോൺ വെജ് ഐറ്റമാണ്. അതിതാണ് ഷീര. മറ്റേതില്ലേ കേസരി മാതിരിയുള്ളത്, ഇത് മുട്ടക്കറി. പിന്നെ ഇത് വെജീസ് അല്ലേ, കേർഡ്. പിന്നെ അവിടെ ജ്യൂസ്. ചിക്കൻ സോസേജ് ആണ് കഴിച്ചോക്കെ. ഓക്കെ. ഷീര കേസരി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ആദ്യം ബ്രെഡും ടോസ്റ്റും കഴിച്ചു നോക്കട്ടെ. ഇവിടെ എപ്പോഴും കഴിക്കണതല്ലേ. ഇനിയും കുറച്ച് ഐറ്റംസ് ഉണ്ട്, അപ്പുണ്ട്, ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പോകുള്ളൂ. ഇത് എവിടെ നിന്ന് മുറിക്കാവോ? ഓക്കെ, മട്ടർ ചീസ് ഉണ്ട്. ഏതാ ബട്ടറൊക്കെ ചമ്മന്തിയിലായി. നല്ല ലൈറ്റ് മ്യൂസിക് ഉണ്ട് ബാക്കിൽ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു റിസോർട്ടിലത്തെ ഒരു താമസമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളിതാ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. 11 മണിക്ക് ചെക്കൗട്ട് ആവും. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ലിമോ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇന്നലെ വന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ്. സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല സീനറി ആയിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ ഫ്രെയിം വെച്ചിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങളുടെ ഒരു 8ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞങ്ങൾ അടിച്ചു പൊളിച്ചു അല്ലേ. വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ. ടിൽ ദെൻ ബൈ.